അലൈൻ സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും താരതമ്യേന നല്ല മഴ കിട്ടി എന്നാണ് NCM അറിയിച്ചിരിക്കുന്നത്. നാളെ കൂടി ഈ മഴ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അബുദാബി പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു മുന്നറിയിപ്പ് പോലെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ്. ഈ ശക്തമായ മഴ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്, ഒരു പ്രദേശത്ത് മാത്രമായിട്ടെങ്കിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവരൊക്കെ റോഡിൽ തെന്നി വീഴാതെ കണ്ട് അതിൻ്റേതായ രീതിയിൽ സ്ലോ ചെയ്യേണ്ടിടത്ത് അങ്ങനെ ചെയ്തും വളവുകൾ പ്രത്യേകിച്ചൊക്കെ നോക്കിയും ഓടിക്കണമെന്നൊരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ വിസിബിലിറ്റിയിലെ കുറവ്, നമുക്ക് മുന്നിൽ ദൃശ്യപരത കുറഞ്ഞു കാണാനുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഈ വിഷയത്തിൽ മഴ പെയ്യുന്ന ഇടങ്ങളിൽ വേണം എന്ന് യാത്രക്കാർക്ക് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നാളെ ചൂടിനെക്കുറിച്ചുള്ളൊരു അറിയിപ്പ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ 49, 50 ഒക്കെ നിന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് വന്ന് നാളെ മിക്കവാറും ഒരു 43 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്താൻ സാധ്യത എന്നാണ് NCM പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആശ്വാസത്തിൻ്റെ തീരത്തിലേക്ക് UAEയുടെ ചൂട് കുറഞ്ഞു വരികയാണ് എന്നർത്ഥം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ ഷെഡ്യൂളൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും സെപ്റ്റംബർ 14 ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ടിക്കറ്റ് വിൽക്കുന്ന ആവേശമൊക്കെ UAEയിൽ നിറയുന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്ട്രി ഒരു ഉത്തരവ് ഉണ്ടായി പറയുന്നത് വരെ ഒരാശങ്ക ഉണ്ടായിരുന്നു, ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ കളിക്കാൻ സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ. പക്ഷേ ഇന്ത്യയുടെ മിനിസ്ട്രി കൃത്യമായി പറഞ്ഞു, സെപ്റ്റംബർ 14 ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും മത്സരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ക്രിക്കറ്റ് ആരാധകർക്ക്, കളി ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശോജ്വലമായ ഒരു കളി കാണാനുള്ള അവസരം സെപ്റ്റംബർ 14 ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ഉറപ്പിച്ചിരിക്കുന്നു. CBSE ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ലോകത്തെവിടെയാണെങ്കിലും ആധാർ കാർഡും പിന്നെ അപാർ ID-യും വേണം എന്നത് നിർബന്ധമാക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അറിയിപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും UAEയിൽ കഴിയുന്ന പല കുട്ടികൾക്കും ഈ ആധാർ ID കാർഡ് ഇല്ല. ഇപ്പോൾ പെട്ടെന്നാണ് പല സ്കൂളുകളും പറഞ്ഞത് നിങ്ങൾ ആധാർ എടുക്കണമെന്നൊക്കെ പറഞ്ഞത്. ഈ വെക്കേഷന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ പലർക്കും അതൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു നാട്ടിൽ പോയ സാഹചര്യത്തിൽ. പക്ഷേ പെട്ടെന്നിങ്ങനെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ട് ഒരുപാട് രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ ഒക്കെ ഒരുതരം ആശങ്ക പുലർത്തുന്നുണ്ട്. എന്നാൽ CBSE ഇതിൽ നൽകിയിരിക്കുന്ന പുതിയൊരു സൂചന മിക്കവാറും 2026 ബോർഡ് എക്സാമിനെ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ പ്രാബല്യത്തിൽ വരൂ എന്നുള്ളതാണ്. ഏതായാലും ആധാർ ID ഉണ്ടെങ്കിൽ ഈ അപാർ ID എന്ന് പറയുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അക്കാഡമിക് ഒരു അക്കൗണ്ട് രജിസ്ട്രി ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഏതായാലും ഈ വർഷം അങ്ങനെ കടന്നു പോകാൻ പറ്റുമെന്നൊരു ധാരണയിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും അതാത് സ്കൂളുകൾ CBSEയുടെ പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ കാത്തിരിക്കുക. അതിദയനീയമായൊരു വാർത്ത, അക്ഷരാർത്ഥത്തിലെ പട്ടിണി. ഒരു നേരത്തെ ആഹാരം കിട്ടാത്തത് കൊണ്ട് മാത്രം മരണത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഫലസ്തീൻ ഗാസ മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. ഇന്നും 2 പേർ, 2 മുതിർന്നവർ അങ്ങനെ മരിച്ചു എന്നാണ്. എത്രയോ ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത സാഹചര്യത്തിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇസ്രായേലി സേന ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തയും വന്നിരിക്കുന്നു. ഇതിനിടയിൽ ഈ ഗ്രൗണ്ട് ഒഫൻസ് എന്ന് പറയുന്ന കരയുദ്ധം ശക്തമാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ തന്നെ ഒരു ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഗസയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളെയൊക്കെ എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ രോഗികൾ പോലും ചികിത്സയിലിരിക്കെ മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത അതിവിഷണ്ണമായ ഒരു സാഹചര്യത്തിലൂടെ ഗസ ഇപ്പോഴും കടന്നു പോവുകയാണ് എന്നർത്ഥം. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Al-Usud Cargo, Ar-Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.